നഴ്സേ, ലില്ലിക്കുട്ടി നഴ്സേ, എന്താ ഈ കരുണാകരക്കുറുപ്പിന്റെ മൂട്ടിൽ ഇഞ്ചക്ഷൻ ഇല്ലയോ? കരുണാകരക്കുറുപ്പിന് ഇഞ്ചക്ഷൻ ഇല്ല. ഞാൻ വന്നൊന്ന് നുള്ളിയാൻ വെച്ചെങ്കിലും പോ. അവിടെ മര്യാദക്ക് കിടന്നില്ലെങ്കിൽ സെഡേഷൻ തന്ന് ഞാൻ ഉറക്കുവേ. അങ്ങനെങ്കിലും എന്നെ ഒന്ന് ഉറക്ക്. എവിടെ പോണ്? എങ്ങും പോന്നു. കാരണവരെ ബില്ല് എത്രയായെന്ന് അറിയാവോ? കാർണർ എന്നുള്ള വിളി കേൾക്കുമ്പോ എന്തോ ഒരു ഇതുപോലെ. കാർണറെന്ന് വിളിക്കണ്ട. അത് അമ്മാവന്ന് വിളിക്കാം. അയ്യോ അത് വേണ്ട. അങ്കിളേന്ന് വിളിക്കാം. അയ്യോ വേണ്ട. പിന്നെ എന്തോ വിളിക്കണം? കുട്ടാന്ന് വിളി. അയ്യടാ, പൊട്ടാൻ പോകുന്ന സമയത്താ കുട്ടാന്ന് വിളിക്കുന്നത്. അതെ, കെട്ടിയതാണോ? കെട്ടിയതല്ല. ഫ്രഷ്. എന്താ പറഞ്ഞേ? ഫ്രഷ് ആയിട്ട് ഒരു ലൈം ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതാ. അതെ, ഞാൻ വെറുതെ പറഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞതാ. അതെ, എന്റെ ഇവിടെ ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് ഭയങ്കര നീരൊന്നിട്ട. അത് നല്ലപോലെ തടവാത്തോണ്ടാ. തടയിത്ത. അയ്യടാ, തന്നെ അങ്ങ് തടവിയച്ചാ മതി. ഞാനിവിടെ അഡ്മിഷൻ വന്നപ്പോ എന്തൊക്കെ ചക്രവർത്താനങ്ങളായിരുന്നു പറഞ്ഞത്. അന്നേരം ഇവിടെ കിടക്ക്, ഇഞ്ചക്ഷൻ തരുന്നു, തടവുന്ന്, എന്തെല്ലാം സ്നേഹമായിരുന്നു. ഊണ് കഴിച്ചോ, കഞ്ഞി കുടിച്ചോ, സുഖമാണോ, ഉറങ്ങിയോ, ഇപ്പൊ ഒന്നും കാണുന്നില്ല. അതെ, ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഏത് പാർട്ടിക്കാരാ പ്രചരണത്തിന് പോണേ? അതെ സിസ്റ്റർ, ഇവിടെ കടന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിലെ ലേഡി ഡോക്ടർമാർക്ക് പഠിക്കാൻ കൊടുക്കണം. എന്തിനാ ലേഡി ഡോക്ടർമാർക്ക് കൊടുക്കുന്നത്? മരിച്ചാലും എനിക്ക് സുഖിച്ച് ജീവിക്കണം. അതെ, ആ ഗുളിയും കഴിച്ച് ചവടങ്ങാനും കിടന്ന് ഉറങ്ങാൻ നിൽക്കും. എന്നെ എങ്ങനെങ്കിലും ഒന്ന് ഉറക്കു സിസ്റ്ററെ. ഉറക്കുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ഉറങ്ങാനാ? തലക്കടി ഉണ്ടാലും ഞാൻ ഉറങ്ങത്തില്ല. കരുണാകരക്കുറുപ്പേ, മാധവൻ തമ്പി, നിനക്ക് ചുമയാണോടാ? അല്ല, തമ്പിയുടെ ചിരി. കമ്പിയുടെ ചിരിയാ? നീ ആപ്പിൾ അങ്ങോട്ട് പിടിക്ക. ഓ, വേണ്ടായിരുന്നല്ലോടാവേ. ഞാൻ കൊണ്ടുപോയിക്കോളാം. വന്നല്ലേ, വന്ന സ്ഥിതിക്ക് ഇരിക്കട്ടെ. ആപ്പിളല്ലേ? ഇവിടെ രണ്ട് ആപ്പിൾ ഇരുന്നായിരുന്നല്ലോ. അതാ മുതുക്കെടുത്തോണ്ട് പോയെന്നാ തോന്നുന്നത്. ഞാൻ 2-3 മണിക്കൂറായി താഴെ ലിഫ്റ്റിനകത്ത് വന്ന് കേറി ഇരുന്നിട്ടെ ഞെക്കിട്ട് മേളിലോട്ട് പോകുന്നില്ല. ഞെക്കിട്ട് മേളിലോട്ട് വന്നില്ലേ? ഇല്ല. നീ ഏത് ലിഫ്റ്റിലാ കേറിയത്? എടാ, താഴെ വന്ന് വണ്ടി ഇറക്കി കഴിച്ചിട്ട് ഇടത്തോട്ട് തിരുമ്പോ സ്റ്റീലിന്റെ ഡോറൊക്കെ ഉണ്ടല്ലോ. ആ ഇഞ്ചു അടിച്ചാണോ? ആ ഇഞ്ചു അടിച്ച് അതിനകത്ത് കയറി ഞെക്കിട്ട് മേളിലോട്ട് പോകുന്നില്ല. ബാത്റൂമിൽ കയറി ഞെക്കിയാ മേളിലോട്ട് പോകത്തില്ല, താഴോട്ടാ പോകുന്നത്. പിന്നെ അതൊക്കെ രവത്തെ പറ്റി. ഞാൻ പിന്നെ പടി കയറി അതിന്റെ തിരുസന്നിധിയിൽ എത്തിയത്. എടാ, ശരിക്കും എന്താ പറ്റിയത്? ചെവിക്കൊന്നും പറ്റിയില്ലല്ലോ. ചെവിക്കല്ല നിനക്ക് പറ്റിയത്. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ശരിക്കും നിനക്ക് എന്തുവാ സംഭവിച്ചെന്ന് അപാകത? അതായത് ഞാൻ പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് എന്തുവായെന്ന് നിനക്കറിയാവോ? വലിച്ചോണ്ടിരുന്നു കാണും വീട്ടിൽ. അല്ല, പിന്നെ പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങി. സാമൂഹ്യ പ്രവർത്തനം അത് വലിയ മികച്ച ഒരു സംഭവമാണ്. നദീതടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നദിയുടെ ഓരങ്ങളിൽ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം. അങ്ങനെ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനകത്തിരുന്ന് കണ്ടു എന്നും പറഞ്ഞു കുറെ കണ്ടവന്മാരെല്ലാം കൂടെ ചേർന്ന് എന്നെ പിടിച്ച് ദേഹം മൊത്തം അങ്ങ് ഒഴിഞ്ഞ് മൊത്തം നീരാളിയാ. നീരാളിയല്ല, മൊത്തം നീരാളിയാ. നീ സാമൂഹ്യ പ്രവർത്തനത്തിനൊന്നും പോകണ്ട, സമാധാനമായിട്ട് പെണ്ണുങ്ങളവിടെ നിന്ന് കുളിക്കട്ടെ. അതുകൊണ്ട് എടാ, നിന്റെ ഭാര്യയുടെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഓർമ്മിപ്പിക്കണ്ടാവേ. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ അത്. അതുകൊണ്ടല്ല, പിന്നെ രണ്ടാമത് കെട്ടാനുള്ള ഒരു മൂഡ് അങ്ങ് പോകും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞതേ. അപ്പൊ നീ രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ്ങളൊക്കെ ആയോ? പിന്നെ പിള്ളേർക്ക് ഒരേ നിർബന്ധം. അങ്ങനെ എന്നാ പിന്നെ കെട്ടാമെന്ന് വിചാരിച്ച് നീ ഈ പ്രായത്തിൽ സിനിമ കണ്ടിറങ്ങി ചീട്ടും മരിച്ചു കയറി കഴിഞ്ഞിട്ട് അന്നേരം വന്നടാ ചിന്തിക്കുന്ന ഇടവേളയ്ക്ക് പോപ്കോൺ തിന്നുന്ന കാര്യം. പിള്ളേരുടെ ഒരു നിർബന്ധമല്ലേ? അങ്ങനെ ആയിക്കോട്ടെ ഞാനങ്ങ് കരുതി. പെണ്ണ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നെക്കാൾ 2 വയസ്സിന് മൂത്തതാ. അതെന്താടാ? എന്നെക്കാൾ മുന്നേ ജനിച്ചോണ്ട്. അല്ല, നിന്നെക്കാൾ 2 വയസ്സിന് മൂത്തായതുകൊണ്ട് എന്നെ പിടിക്കുകയൊക്കെ ചെയ്യുമോ? ടൈലർ അല്ലേ? ഏത് സിനിമയുടെ? സിനിമയുടെ അല്ലടാ, ഈ തയ്യൽക്കാരി അല്ലേന്ന്. അപ്പൊ നിനക്ക് ഭയങ്കര ഗുണമാ. ഇത്ര നാള് പിള്ളേരെ നോക്കി വളർത്തി നിന്റെ കളസം കീറിയില്ലേ? അപ്പൊ അവള് തയ്ച്ച് തരുമല്ല നിനക്ക്. പിന്നെ ഞാനിപ്പോ 70-ലാ. എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ മറ്റോ ഒന്നുമില്ല. നിനക്ക് അസുഖങ്ങളൊന്നും ഇല്ല? അന്നേരം ഒരസുഖവും ഇല്ല. ഞാൻ ഈ ഹോമിയോപ്പതിയോ അലോപ്പതിയോ ഒന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ കഞ്ചാവൂതിയാണോ ഉപയോഗിക്കുന്നത്? അതല്ലെന്ന്, എനിക്ക് ഇംഗ്ലീഷ് മരുന്നൊന്നും പിടിക്കത്തില്ല. പിന്നെ നീ ഏത് പിടിക്കുന്നതാണ് ചെയ്യുന്നത്? ഞാൻ യുനാനിയാ ചികിത്സിക്കുന്നത്. അതിനെയൊക്കെ എങ്ങനെയാടാ ചികിത്സിക്കുന്നത്? യുനാനി ചികിത്സാ സമ്പ്രദായം അറിയാമോ? അതെന്നാടാ അത്?
കുളയട്ടെ വെച്ച് നമ്മുടെ ശരീരത്തിൽ കടുപ്പിച്ച് അത് നമ്മുടെ രക്തം കുടിച്ചിട്ടാണ് നമ്മളെ ചികിത്സിക്കുന്നത്. നിനക്കത് പറ്റിയതാ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് അവിടെ ചെന്ന് ചികിത്സയ്ക്ക് ആ. 150 കുളയട്ടെ വെച്ച് എന്നെ കടിച്ച് ചോര മൊത്തം കുളയട്ടെ അങ്ങ് കുടിച്ചു. എന്നിട്ട് ഞാൻ തളർന്നു വീണു. ഇല്ല കുളയട്ടോട് കാല് പിടിച്ചിട്ട് ഒരു തുള്ളി രക്തം ഞാൻ തിരിച്ചു മാറ്റി 3 കുളയട്ടെ എടുത്ത് കടിച്ചു. ഇതിന് വലിച്ചു കുടിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടത്. ഓ, ഭാഗ്യം. എന്നാ പിന്നെ വന്ന സ്ഥിതിക്ക് നീ ഇപ്പൊ പോകുന്നില്ലല്ലോ. ഏ എടാ നമ്മുടെ പഴയ കാലമൊക്കെ ഓർക്കുന്നുണ്ടോ നീ? പഴയ കാലം വളർന്ന് വലുതായില്ല, ഇനി അത് ഓർക്കാൻ കാര്യം എന്തുവാ? പഴയ കാലം എന്നല്ല പറഞ്ഞേ, പഴയ കാലമൊക്കെ നീ അങ്ങ് മറന്നോന്ന്. അന്ന് ഞാനൊരു പെൻസിൽ വാങ്ങിച്ചാൽ അതിന്റെ പകുതി ഓടിച്ച് നിനക്ക് തരുമായിരുന്നു. ഒരു സ്ലേറ്റ് വാങ്ങിച്ചാൽ പകുതി ഓടിച്ച് നിനക്ക് തരുമായിരുന്നു. ഞാനൊരു ബുക്ക് വാങ്ങിച്ചാൽ അത് കീറി പകുതി നിനക്ക് തരുമായിരുന്നു. നിനക്കിതൊക്കെ അറിയാമോ? എനിക്കറിയാം. നീ ഇതൊന്നും മറക്കത്തില്ല, എനിക്കറിയാം നിനക്കറിയാമെന്ന്. അല്ല, നിനക്കിത് വേണോന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാനിത് നിനക്ക് തരാത്തത്. നീ ഇതിനകത്ത് കടിക്കാൻ പറ്റത്തില്ല മോനെ. നീ കടിച്ചാൽ നിന്റെ വെപ്പ് പോലെ ഇതിനകത്തിരിക്കും. പിന്നെ ലോകം കാണുന്നത് ആദ്യമായിട്ട് വെപ്പ് പോലെ ആപ്പിളിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇത് കടിക്കാൻ തരത്തില്ല. ഞാൻ എനിക്ക് ഇച്ചിരി താടാ. തരത്തില്ല. കുറച്ച് എനിക്കെടുത്താടാ ആപ്പിള്. തരികയില്ല. ഇച്ചിരി ആപ്പിള് താടാ. നിനക്ക് അങ്ങനെ വേണമെന്നുണ്ട് എന്തെങ്കിലും ഗുരു പിടിച്ചുവിടോന്ന് കിടക്കടാ. നിന്നെ ചികിത്സിക്കുമ്പം നിന്നെ കാണാൻ ആരെങ്കിലും വരുമ്പോൾ നിനക്ക് ആപ്പിള് തരും. അത് മേടിച്ച് ഞാൻ ഞണ്ണ. അപ്പൊ എനിക്ക് കുരു പിടിച്ചിട്ട് ആപ്പിള് തിന്നണമെന്നാണ് എന്റെ ആഗ്രഹം. ആ, എടാ നീ ഒരു കൂട്ടുകാരനാടാ. എനിക്ക് നിന്റെ ആപ്പിളും വേണ്ട കൂപ്പിളും വേണ്ട. ഞാൻ പോവാ. നീ പോവാന്ന്? ആ ഞാൻ പോവാ. ഞാൻ വെളിയിലിറങ്ങി കടലാണെങ്കിലും 3 കിലോ ആപ്പിൾ വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് തിന്നും ഞാൻ. നീ വയറിളകി ചാവും. കാരണം അത് മൊത്തം വിഷവാ. നിന്റെ ഉള്ളിൽ അത്രയും വിഷമൊന്നും ഈ ആപ്പിളിനകത്തൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല നിന്റെ പേര്. നിക്കടാ. പോടാ നിക്കടാ. പോടാ നിക്കടാ. പോടാ നിക്കടാ. പോടാ. അതെ, ഏ? എന്നാ ഈ ഗുളിക കഴിച്ചേ. ഓടാ. ഇല്ലടാ. ഓടാ. ഇല്ലടാ. ഇല്ലടാ. ഓടാ. നേഴ്സാന്നോ? അല്ല, കണ്ടക്ടറാ. എത്ര നാളായി സർവീസില്? KSRTC-ലോ? അതല്ല നേഴ്സായിട്ട്. ബൈസ്റ്റാൻഡറാണോ? ഏതോ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഇവിടെ വന്ന് ബൈ കാണിച്ച് കയറി സ്റ്റാൻഡ്. അല്ല എന്താ ചോദിച്ചേ? കൂട്ടിരിക്കാൻ വന്നാണോന്ന്. കൂട്ടിരിക്കാൻ വരാൻ ഞാൻ ഇണക്കിളിയൊന്നും അല്ലല്ലോ. കൂടാഞ്ഞ് നമുക്ക് ഒറ്റക്കമ്പേലിരിക്കാം. ഒറ്റക്കമ്പി ഞാൻ ചവിട്ടി ഓടിക്കും. കാണിച്ച കൈ ഇതൂടെ നോക്കാവോ? അതിനാ നോക്കുന്നേ? ഇത് ചത്തതാ. അതല്ലത് എന്റെ കയ്യിൽ പിടിച്ച് നോക്കാവോ നോക്കാൻ. അതിനാ നിങ്ങളുടെ കൈ ഞാൻ പിടിച്ചു നോക്കുന്നത്? എന്റെ കയ്യെ പിടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനോട് ഞാൻ പറയും ഇവന്റെ കയ്യെ കയറി പിടിച്ചെന്ന് ഇവിടെ. ഇതെന്റെ ഡ്യൂട്ടിയാ. ഇതെന്റെ ലില്ലിക്കുട്ടിയാ. എന്ന് പറഞ്ഞാല് ആ, ഞങ്ങള് തമ്മിൽ ചെറിയ. അതെ, ആ ബില്ല് അടച്ചേച്ച് അങ്ങോട്ട് വന്നേ. പോലെ പൊയ്ക്കോ പൊയ്ക്കോ. അല്ലെങ്കിലേ ഇവിടെ നിന്നാ ഞങ്ങളുടെ സ്നേഹത്തിന് ഭംഗം വരും. അങ്ങ് വരും. അന്ന് ഡിസ്ചാർജ് ആവാൻ പോവാന്നോ? ഡിസ്ചാർജ് ആവാൻ പോവാണ്. എന്നാ പറക്കി കേട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് പോവാ. ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ വരുന്നുള്ളൂ. നീ പൊക്കോ. ഹലോ വാടാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാടാ. നീ കൊണ്ടാക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരുന്നുള്ളൂ. അതെന്താ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ഇരിക്കേ. ഞാൻ പോയി ലില്ലിക്കുട്ടി എടുക്കേ, നന്ദി പറഞ്ഞിട്ട് വരാം. നന്ദി പറയാൻ കൊള്ളാം. നീ ഇവിടെ വന്ന കമ്പനി ആയി പുള്ളിക്കാരിയായിട്ടില്ലേ? നീ ഇപ്പൊ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാലേ ഇവളെ പിന്നെ നീ എങ്ങനെ കാണും? അത് നിസ്സാരമല്ലേടാ. എന്താ? ഞാൻ പോയി മഴ നനയും, എന്നിട്ട് പനിയും പിടിപ്പിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കും. നിനക്ക് ആ പാരസെറ്റമോൾ ഗുളിക തരും. നീയോ? ആ, അതിന്റെ കൊരവള്ളി പൊട്ടിക്കാൻ നിന്നെ കൊല്ലും. എന്നാ പോയി നന്ദി പറഞ്ഞിട്ട് വാ. നീ മിടുക്കണ കേട്ടോ. ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ നന്ദി പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരുടെ പ്രത്യേകമാണ്. താങ്ക്സ് നമ്മൾ എവിടെ വേണേലും പറയണം. ദേവാ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അവനെ പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പോകാനുള്ള വഴികളെല്ലാം ദൈവം ഒരുക്കി തരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ര വീണ്ടും വന്ന് കിടന്നത് അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അവൾ എന്നെ വിടത്തില്ല. അവൾക്ക് ഞാൻ ഇവിടുന്ന് പോകുന്ന ഇഷ്ടമല്ല. ഒരാഴ്ച കൂടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതെന്തിനാ? എടേ, അടപുടലം കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്ന ഒരു തെറ്റാണോ? ഒരു തെറ്റുമല്ല, നല്ല കാര്യം അത്. നേരത്തെ എന്നെ കീ ഹോൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലായിരുന്നോ? ആ, അവിടെ വിരൽ കയറ്റി ഒരു സിന്ദൂർ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് 2 ആഴ്ചയെങ്കിലും ഇവിടെ കിടക്കേണ്ടി വരും. എടാ നിന്റെ അസുഖം പോണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താ? നീ മൂടോടങ്ങ് പോണം. എടാ തമ്പി, ഇവിടെ ഒരു കമ്പിയുണ്ട്. ഇത് പെർമനന്റ് ആണോടാ? ടെമ്പററി ആടാ, വിട.